ഹലോ ഗൈസ്, എക്സ്പ്ലോർ വിത്ത് സാഗർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കറണ്ട് അഫയേഴ്സുമായിട്ടാണ് ഞാൻ വന്നത്. 29-ാം തീയതിയത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2025 ഓഗസ്റ്റിൽ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം അജയ് സിംഗ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2025 നടന്ന ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിൻ്റെ വേദി എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ന്യൂഡൽഹിയിലാണ് 2025 ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിൻ്റെ വേദി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 68ാമത് കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെ നയിക്കുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓം ബിർളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2026 ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പാപ്പുവ ന്യൂ ഗിനിയയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം പാപ്പ ബുക്കയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്തിടെ സ്കൂൾ ക്ലാസ്സുകളിൽ മൊബൈൽ ഫോണുകൾക്കും മറ്റു ഡിജിറ്റൽ ഉപകരണങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ദക്ഷിണ കൊറിയ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആഗോള ഭക്ഷ്യ ദാരിദ്ര്യം നേരിടുന്നതിനായി ഇന്ത്യയുമായി സഹകരിക്കുന്ന സംഘടന ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർഷിപ്പ് കരാർ അവസാനിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം Dream11 ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്തിടെ ഭാരതീയ അന്തരീക്ഷ നിലയത്തിൻ്റെ മോഡൽ പുറത്തിറക്കിയത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ISRO ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിൻ്റർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം അനിമേഷ് കൂജൂർ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. 2025 ഓഗസ്റ്റ് 28 കാനഡയിലേക്കുള്ള അടുത്ത ഹൈക്കമ്മീഷണറായി ആരെയാണ് നിയമിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദിനേശ് കെ പട്നായിക്കിനെയാണ് 2025 ഓഗസ്റ്റ് 28 കാനഡയിലേക്കുള്ള അടുത്ത ഹൈക്കമ്മീഷണറായി നിയമിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ